ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചാട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കും. ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ചിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സ്ഥലത്ത് കർത്താവിനെ സാക്ഷിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. സന്നിധി ഭാരം ഞങ്ങൾക്ക് നൽകണമേ. ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്നവർക്കും അനുഗ്രഹമാക്കണം. അങ്ങയുടെ അഭിഷിക്തദാസന്മാരെ ശക്തീകരിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തുകണം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ എനിക്ക് മുമ്പായി ഈ സുവിശേഷ യോഗം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ രാത്രിയിലെ ഈ യോഗം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അല്പസമയങ്ങൾ സംസാരിച്ച ആദരണീയ കർത്തദാസൻ സുനിൽ കൊടുത്തോട്ടം അവർകൾ ഈ സഭയുടെ ശുശ്രൂഷകന്മാരായി പലയിടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആദരണീയ കർത്തദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഇവിടെ പലയിടങ്ങളിലായിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ച് പ്രവർത്തിച്ച എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർ, ഈ മൈക്കും ലൈറ്റും എല്ലാം നന്നായി വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. ഈ യോഗത്തെപ്പറ്റി ചില ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ച് ഓർപ്പിച്ചു. പ്രിയ സഹോദരന്മാരെ നേരിൽ കാണുവാനിടയായി. ഇന്ന് വരാമെന്ന് വാക്ക് കൊടുത്തു, പ്രാർത്ഥിച്ചു. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്കായി ദൈവം കൊണ്ടുവന്നതിനാൽ ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ രാത്രിയും കൂടെയാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണല്ലോ. ഒന്നുകൂടെ ആ വാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കും. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടി കരമുയർത്തി എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാൻ
താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ. കാത്തിരും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം. കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം. കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിരും എന്റെ മാനം. കാന്താവിൻ വരവിനായി കാത്തിടും എന്റെ മാനം കാന്താവിൻ വരവിനായി കാത്തിടും എന്റെ മാനം. ബന്ധുരുകുന്നു കണ്ണും മങ്ങുന്നൻ മാനുവേനെ ബന്ധുരുകുന്നു കണ്ണും മങ്ങുന്നൻ മാനുവേനെ താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വായിച്ച തിരുവെഴുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അവൻ അവയ്ക്ക് മുൻപായിട്ട് നടക്കുന്നു. ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്ന ചെറിയ ചിന്താ വിഷയം, ദൈവത്തിന് ആവശ്യമുള്ളവയെ ദൈവം പുറത്തു കൊണ്ടുവരും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്.
എന്താണ് സുവിശേഷം? ബഹുമാനപ്പെട്ട സുനിൽ കൊടുത്തോട്ടം ആ കാര്യങ്ങൾ ചുരുക്കമായി പരാമർശിച്ചല്ലോ. എന്താണ് സുവിശേഷം? സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. ആ സുവിശേഷം എത്തിയതാണ് മനുഷ്യവർഗത്തിന് രക്ഷയും പാപമോചനവും വിടുതലും വരുത്തി തീർത്തത്. സുവിശേഷം എവിടെ ഉയർത്തപ്പെടും അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ മാർഗത്തിൽ വന്ന സമയത്ത് ധരിച്ചു വെച്ചത്, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, 4 സുവിശേഷം ഉണ്ടെന്ന. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്നാൽ ദൈവദാസന്മാർ ദൈവവചനം പഠിപ്പിക്കുകയും അത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി, സുവിശേഷം 4 സുവിശേഷം 1, അത് യേശു ക്രിസ്തു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വിശേഷതകളാണ് ഈ 4 പേരും അടുക്കടുക്കായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ പകലും അത് ഓർപ്പിച്ചു, മിക്കപ്പോഴും പറയാറുണ്ട്, യേശു ക്രിസ്തു രാജാതിരാജാവാണ്. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. യേശു ക്രിസ്തു ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച മഹത് വ്യക്തിയാണ്. മാത്രമല്ല യേശു ക്രിസ്തു നിത്യ സത്യ ഏക ദൈവമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിന്റെ ദാസ്യത്വം, അവിടുത്തെ ദൈവത്വം, ഇതാണ് 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. മത്തായി, ഇനി ആ ഭാഗം പഠിക്കുമ്പോൾ മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മർക്കോസ് റോമാക്കാർക്ക് പ്രതീക്ഷിച്ച് അവരെയും കൂടെ ഉന്നം വെച്ചാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് ജാതികൾ, യവനായർ, അവരെ ഉദ്ദേശിച്ചാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത ദൈവസഭയെ ഉദ്ദേശിച്ച. അതിന്റെ വ്യത്യസ്തത മിക്കപ്പോഴും പറയാറുണ്ട്, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതി. യഹൂദന്മാർക്ക് പാരമ്പര്യം ഇഷ്ടമായതുകൊണ്ട് മത്തായി ആ പാരമ്പര്യങ്ങളെല്ലാം അവിടെ പ്രാരംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ ആമേൻ, പിതാക്കന്മാരുടെ പാരമ്പര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ. അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും. അതെ, ആ ഭാഗം വായിക്കുന്നവർക്ക് അറിയാം, താഴോട്ട് യേശു ക്രിസ്തുവിന്റെ ജനനം വരെ പിതാക്കന്മാരുടെ ജനനത്തെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ജനിപ്പിച്ചു. 16-ാമത്തെ വാക്യം വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ജനിപ്പിച്ചു എന്നല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ജനിച്ചു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. യോഹന്നാൻ ആ കാര്യം ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്നുണ്ട്. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി. അപ്പോൾ യേശു ക്രിസ്തുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ച വ്യക്തിയാണ്. കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവിടുന്ന് ജനിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കന്യകാസൂതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി വന്ദാനേ. കന്യകാസൂതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി വന്ദാനേ. ഇവനെ യേശുവേ
പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന അരികിൻ സന്തതി വന്താനേ. അരികിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന അരികിൽ സന്തതി ഇവൻ താനേ. ഇവനേ 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 ഓറി ഇവനേ ഇവനേ ക്രിസ്തേശുരേ ഇവൻ താനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിനെ ആര് ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചു. യഹൂദന്മാർക്ക് പാരമ്പര്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം അല്പം കൂടെ വ്യത്യസ്തമാണ്. ലൂക്കോസ് യവനായരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട് യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം ആരായുന്നവരാ. അപ്പൊ ഇവര് ജ്ഞാനമുള്ളവർ, യവനന്മാർ ജ്ഞാനമുള്ളവരാകയാൽ ചരിത്ര തെളിവുകൾ നിരത്തിയാണ് ലൂക്കോസ് ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഉദാഹരണമായി നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിലും അവിടുത്തെ തിരുജനനത്തോടുള്ള ബന്ധത്തിലും ചരിത്രങ്ങൾ തെളിയിച്ചാണ് ലൂക്കോസ് ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ആ തിരുവെടുത്തുകളൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ. തിബരിയാസ് കേസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുവരെയത്ര കോന്നിത്തി ദേശങ്ങളിൽ ലൂസാന്യാസ് അബിലേനിയയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം. അപ്പൊ ശ്രദ്ധിക്കുക, ആ കാലക്കണക്കിട്ട് അന്ന് ഭരിച്ച ഗവർണർമാര്, നാടുവാഴികള്, നാട്ടുരാജാക്കന്മാർ, ചരിത്രങ്ങളെല്ലാം നിരത്തി വെച്ചതിന് ശേഷമാണ് ലൂക്കോസ് ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിച്ചിട്ടുള്ള, ചരിത്രം പഠിക്കുന്ന ഒരു പഠിതാവിന് തർക്കം കൂടാതെ, സംശയം കൂടാതെ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തെ പറ്റിയും അവിടുത്തെ ജീവിതത്തെ പറ്റിയും അവിടുത്തെ ശുശ്രൂഷകളെ പറ്റിയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യാം. അപ്പൊ ലൂക്കോസ് ആ നിലയിലാണ് തൻ്റെ എഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ച് ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട് റോമാക്കാരുടെ ഒരു പ്രകൃതി ദീർഘമായി പറയുന്നതും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വലിച്ചു വാരി പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം, ചുരുക്കമായിരിക്കണം. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം വെറും 16 അധ്യായത്തിൽ ഒതുക്കി, എന്നാൽ കാര്യങ്ങളെല്ലാം തെളിയിച്ച് അടുക്കടുക്കായിട്ട് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആട്ടെ, സമയത്തെയും നമ്മൾ ഭയപ്പെടണമല്ലോ. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത മുമ്പേ ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുക. യേശു ക്രിസ്തു സത്യദൈവം, ജീവനുള്ള ദൈവം, ഏക ദൈവം, ആ ദൈവമാണെന്ന് യോഹന്നാൻ ഓരോ അധ്യായത്തിലും യേശുവിന്റെ ദൈവത്വം തെളിയിച്ചു. ഓർപ്പിക്കട്ടെ, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ, മതത്തെ അല്ലെങ്കിൽ സംഘടനയെ ചേർക്കാൻ വന്നയാളല്ല ക്രിസ്തു. അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ അറിയാം, ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഞാൻ പറയാറുണ്ട്, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ഒരു ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്. 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10,000 വർഷമോ പഴക്കമല്ല. അവിടുന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ തൻ്റെ ജ്യേഷ്ഠനാകുന്ന
അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ വിലപിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്ന വേളയിൽ മോശയുടെ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ മോശ ആ പ്രാർത്ഥനയുടെ വാചകത്തിൽ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ പുരാതനത്വത്തെ അവിടെ തെളിയിക്കുന്ന വാക്യങ്ങളാണ്. അറിവുള്ള വാക്യമാ, എന്നിരുന്നാലും ഒന്നുകൂടെ വായിക്കുന്നത് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരിക്കും. 90-ാം സങ്കീർത്തനം അതിന്റെ പ്രാരംഭവാക്യം, നമുക്കെല്ലാം അത് മനപാഠമായ വാക്യമാണ്. എന്നിരുന്നാലും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ആമേൻ. 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ വായിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയും ശാശ്വതമായും ദൈവമാകുന്നു. അടുത്തത്, നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചെരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വാക്യം പഠിക്കുമ്പോൾ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അടുത്ത കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ദൈവമല്ല യേശു ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്. അവിടുന്ന് അനാദിയായ ദൈവമാണ്. അവിടുന്ന് ശാശ്വത നിവാസിയാണ്. ആകയാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഭക്തനായ സൈമൺ സാറ് ദൈവത്തിൻ്റെ ആ പുരാതനത്വത്തെ, കർത്താവിൻ്റെ പൂർവാസ്തിത്വത്തെ പറ്റിയൊക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങളുണ്ട്. വേദവികാരത്തിൻ്റെ പ്രാരംഭ ഭാഗം ഞാൻ എപ്പോഴും ചൊല്ലാറുള്ളതാണ്. പല ദൈവമക്കൾക്കും അത് കാണാപ്പാഠം ആയിട്ട് അറിയാം. ആ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശപ്പതിൻ ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും ഭീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെ, യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിൻ ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും ഭീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. അടുത്തത്, സകല ലോകങ്ങൾക്കും ആധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദൻ ഇവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. അതെ, വിവരിക്കുന്നില്ല. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും എന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്തെയാണോ ആദിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എനിക്കും നിങ്ങൾക്കും പലർക്കും മനപ്പാഠമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരാദി, ആരംഭം. എന്നാൽ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ആമേൻ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും നിർമ്മിച്ചവനാണ് സർവജ്ഞനായ ദൈവം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവേ നീ സകലത്തെയും സൃഷ്ടിച്ചവനെന്ന. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് സർവത്തെയും സൃഷ്ടിച്ചവനാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തെ, ചരാചരങ്ങളെ, ഭൂചര കേചര വസ്തുക്കളെ, അണ്ടകടാക ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ സകലത്തെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. വായിക്കാം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ്. വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവേ നീ സകലതും സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ കർത്താവാകുന്ന ക്രിസ്തു. അപ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. എബ്രായ ലേഖനത്തിൽ നാം പഠിക്കുന്നത് സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ അവിടുന്ന് തന്നെയാ. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച സർവജ്ഞനായ ശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ, സേവിക്കുവാൻ, സ്നേഹിപ്പാൻ ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച പദവിയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ ഓരോ അധ്യായത്തിലും തെളിയിക്കുന്നത്. അവിടുന്ന് അത്ഭുതം കണ്ട ദൈവമാണ്. ഓരോ അധ്യായത്തിലും അവിടുന്ന് ദൈവമാണെന്ന് തെളിയിച്ചു. നമുക്കറിയാം 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ പ്രത്യേകത യേശുക്രിസ്തുവിനെ ദൈവകുഞ്ഞാടായിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായിട്ട് അവിടെ നാം ദർശിക്കുന്നുണ്ട്. കർത്താവിന് മഹത്വം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ നിത്യനായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ പകരുന്ന നിത്യനായ ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുളുമൂടിയ ലോകത്തിൽ മനുഷ്യൻ വെളിച്ചം തേടി വെട്ടം തേടി നെട്ടോട്ടമോടുമ്പോൾ യേശുക്രിസ്തു യാതൊരു സംശയത്തിന് ഹേതു വരാത്ത വിധത്തിൽ പറയുക, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. യേശുക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചം. 8-ാം അധ്യായത്തിൽ ക്രിസ്തു വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതം കണ്ട ദൈവം. നമുക്കറിയാം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. ഇന്ന് രാത്രി ആ നല്ല ഇടയനാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ചുട്ടുപിടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാനമുള്ളവനായി 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കണ്ട നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യവും അതിന്റെ 35-ാമത്തെ വാക്യവും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യവും 35-ാമത്തെ വാക്യം പരിചിതമായ വാക്യം വായിക്കാം. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇനി 35-ാമത്തെ വാക്യം കൂടെ. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, യോഹന്നാൻ സ്നാപകനും തന്റെ ശിഷ്യന്മാരും നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ക്രിസ്തുയേശു അതിലേക്ക് കടന്നു പോകുന്നു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ എന്ന പ്രയോഗത്തോടെ യേശുക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വേറൊരു ഭാഗത്ത് 19-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ഇതാ നിങ്ങളുടെ രാജാവ്. അതിനടുത്ത് തന്നെ വായിക്കുന്നു, ആ മനുഷ്യൻ ഇതാ. അപ്പോൾ 3 ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ക്രിസ്തുവിനെ ഇതാ എന്ന് വരച്ചു കാട്ടിയിട്ടുണ്ട്. ഒന്ന്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പീലാത്തോസ് പറയുകയാ, ആ മനുഷ്യൻ ഇത് തന്നെയാ എന്ന് പറഞ്ഞാൽ, ഇന്നലെ വൈകുന്നേരം പിടിച്ച് ഒരു കള്ളനെ കൊണ്ടുപോകും പോലെ, കൊള്ളക്കാരനെ കൊണ്ടുപോകും പിടിച്ചു കെട്ടി അടിച്ചും നടത്തിയും ഉപദ്രവിച്ചും മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്ത് മുതുക ഉടുവുചാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി അടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റ് ശിയാപ്രവാചകൻ പറയും പോലെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായിരിക്കുന്ന യേശു ക്രിസ്തു രാവിലെ കെട്ടപ്പെട്ടവനായി മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ജനത്തിനിടയിൽ സംശയം. ഇന്നലെ പിടിച്ചുകൊണ്ടുപോയത് സുന്ദരനാകുന്ന സൗന്ദര്യമുള്ള ഒരുവനെയാ പിടിച്ചുകൊണ്ടുപോയത്. ഇത് വികൃത രൂപം കൊണ്ടൊരു വ്യക്തി. ആ തർക്കം തീർക്കാൻ വേണ്ടി പീലാത്തോസ് പറയുക, സംശയിക്കണ്ട, ആ മനുഷ്യൻ ഇത് തന്നെയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ പരിഹരിക്കുവാൻ, അകൃത്യങ്ങൾ പരിഹരിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു. അവിടുത്തെ തിരുരക്തത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
അപ്പൊ ശ്രദ്ധിക്കുക, ഇതാ എന്ന പ്രയോഗത്തോടു കൂടി ക്രിസ്തുവിനെ 3 സ്ഥലത്തും നാം ദർശിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആ കാര്യം നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നും ആമേൻ വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിലും ഉപമയിലുമൊക്കെ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. Praise the Lord. Katudeyo diyoradine neduvan tedi ni vannadina. Katudeyo diyoradine neduvan tedi ni vannadina. കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ വാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം, തിരുപാദം എന്റെ ശരണം. വാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം, തിരുപാദം എന്റെ ശരണം. കാട്ടുടയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ. കാട്ടുടയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ. പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ പാപിതാവാരും. പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ പാപിതാവാരും. വാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം, തിരുപാദം എന്റെ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം, തിരുപാദം എന്റെ ശരണം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അവിടുന്ന് സാക്ഷാൽ ദൈവ കുഞ്ഞാടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തു നടന്നു പോയപ്പോൾ പറയുക. നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന പ്രയോഗം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു ആടിനെ കാണുന്നുണ്ട്. അത് വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാം
തനിക്ക് പരീക്ഷ സംഭവിച്ച സമയത്ത് ദൈവം തന്നോട് പറഞ്ഞു, അബ്രാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനാകുന്ന ഇസഹാക്കിനെ തന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. അരുളപ്പാട് കേട്ട അബ്രഹാം, എൻ്റെ ഭാഷയെ പറഞ്ഞ അടങ്ങിക്കിടന്നില്ല. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. നമ്മൾ ആ അരുളപ്പാട് കേൾക്കുന്നെങ്കിൽ രാവിലെ പൊങ്ങുകയല്ല, അനങ്ങുകയല്ല. ഇനി അഥവാ പൊങ്ങിയാലും പമ്മി കിടക്കും, ആരും അനങ്ങുകയല്ല. എന്നാൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. അധികാരത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെയെല്ലാം ക്രമപ്പെടുത്തി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി അബ്രഹാം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് യാത്രയായി. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം. അങ്ങനെ അവർ യാത്ര ചെയ്ത് ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാ. അബ്രഹാം വിശ്വാസത്താൽ പറഞ്ഞതാ. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ആരാധന കഴിച്ച് മരിക്കുകയല്ല, ആരാധന കഴിച്ച് ജീവനോടെ തിരിച്ചു വരിക. ആരാധിച്ച് മരിക്കുകയല്ല, അവൻ ആരാധിക്കുന്ന ദൈവമക്കൾ ജീവിക്കുക. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായ ജീവൻ തരുവാന് അവിടുന്ന് സ്വർഗ മഹിമകൾ വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അബ്രഹാം വിശ്വാസത്താൽ പറഞ്ഞു, നിങ്ങൾ ഇവർ കഴുതയുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് പോയാൽ ആരാധന ശരിയാകുകയല്ല. അതുകൊണ്ട് അവരെ ബാല്യക്കാരി അവിടെ ഇരുത്തി താനും മകനും മോറിയ മലയിലേക്ക് പോകുകയാണ്. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം. അങ്ങനെ ഇസഹാക്കും അബ്രഹാമും ആ മലയിലേക്ക് നടന്നു കയറുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു. ഭാഗം നമുക്കറിയാം. അപ്പം കത്തിയും വിറകും തീയുമൊക്കെയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി. അബ്രഹാം മകനെ വിശ്വാസം പഠിപ്പിച്ചു, മോനെ യഹോവ കരുതിക്കൊള്ളു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അവൻ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ വിടിവിക്കും, എൻ്റെ ദൈവം എന്നെ ആദരിക്കും, കർത്താവ് എന്നെ മാനിക്കും. ഈ രോഗം അവൻ തകർത്ത് കളയാനല്ല, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും. ഈ പ്രശ്നം എന്നെ മുടിച്ചു കളയാനല്ല, ദൈവം എന്നെ ഉയർത്തും. ഈ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തിന്റെ വാക്ക് പറയണം. കാറ്റ് കണ്ടെന്ന് വരികയല്ല, മഴക്കാറ് കണ്ടെന്ന് വരികയല്ല, കോളുമൊന്നും കണ്ടെന്ന് വരികയല്ല. പക്ഷെ വിശ്വാസത്താൽ കുടികൾ കുത്തുന്നെങ്കിൽ അവൻ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കേ ദൈവമക്കൾ പറയാവൂ. ഒരാൾ രോഗപീഠയിൽ വലഞ്ഞ് നമ്മുടെയൊക്കെ വരുമ്പോൾ ആശുപത്രിയുടെ പേര് പറഞ്ഞ് അവരെ ആ വിധത്തിൽ വിടുകയല്ല. യേശു സൗഖ്യമാക്കുമെന്ന് പറയണം. യേശു വിടിവിക്കും, യേശു സൗഖ്യമാക്കും. അവിടുന്ന് അത്ഭുതം കണ്ട ദൈവമാ. വിശ്വാസത്തിന്റെ വാക്കേ പറയും. രണ്ട് വിശ്വാസികൾ തമ്മിൽ കൂടിയാൽ വിശ്വാസവാക്കേ പറയാവൂ. നിരാശയുടെ പരാജയത്തിന്റെ ഒരു വാക്കും പറയരുത്, വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അപ്പോൾ അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനോട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു, മകനേ യഹോവ കരുതിക്കൊള്ളും. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ ഇസഹാക്കും അബ്രഹാമും കൂടെ മോറിയ മലയിൽ ചെന്ന ഭാഗം നമുക്കറിയാം. അബ്രഹാം യാഗപീഠമെല്ലാം അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ അവിടെ കെട്ടി, ആ വിറകിന് മീതെ കെട്ടി കിടത്തി. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കേണ്ടതിന് കത്തി എടുത്തു എന്നാണ് നാം പുസ്തകത്തിൽ വായിക്കുന്നത്. കത്തി എടുത്തപ്പോൾ ദൈവശബ്ദം കേൾക്കുകയാ, അബ്രാമേ അബ്രാമേ ബാലന്റെ മേ കൈവക്കരുത്. ആ ഭാഗത്ത് വായിക്കുന്ന അബ്രഹാം പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ ആമെ കുരുങ്ങപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പഠിക്കുന്നതാ നല്ലത്. ഇസഹാക്കിന് പകരം ആ ആട്ടുകൊറ്റനെ അബ്രഹാം ഹോമയാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എബ്രായ ലേഖന കർത്താവ് ആ കാര്യം പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഒന്ന് വായിച്ചേ ആ എബ്രായ ലേഖനം. നമുക്കറിവുള്ള വാക്യം ആ 11-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചാട്ടെ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഈ സംഭവം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. സ്തോത്രം.
കാരണം യാഗം കഴിക്കാൻ പോയവന്റെ മനസ്സും ഹൃദയവും നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണത്തോടാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്.